ഇവിടെ ഒരാൾ നൂറ്റാണ്ടുകളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൊട്ടാരത്തിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. കാരണം ആ കൊട്ടാരത്തിൽ അമൂല്യങ്ങളായ നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ അത് എടുക്കണമെന്നായിരുന്നു അവന്റെ ജീവിത ലക്ഷ്യം. ഇപ്പോ യുവാവായതും അത് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് തീരുമാനിച്ചാണ് അവൻ ആ കൊട്ടാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാലങ്ങളോളം അവിടെ തന്നെ താമസിച്ച് കഷ്ടപ്പെട്ട് ഒടുവിൽ അവൻ ആ നിധി കണ്ടെത്തുന്നു. അവൻ ആ നിധിയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് പോലും അവനെ അടയാളം തിരിയുന്നുണ്ടായിരുന്നില്ല. അത്ര കണ്ട് അവന്റെ രൂപം മാറിയിരിക്കുന്നു. ശേഷം കുളിച്ച് കുട്ടപ്പനായി താടിയൊക്കെ ഷേവ് ചെയ്ത് ആ നിധിയിൽ നിന്നും ഒരു നാണയമെടുത്ത് അത് അവൻ തന്റെ സുഹൃത്തിനായി കൊണ്ടുകൊടുക്കുന്നു. കാരണം അവന്റെ നിന്ന് ഒരുപാട് പണം അവൻ കടം വാങ്ങിയിരുന്നു. അതുമാത്രമല്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് ആ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുകയും കുറച്ചായി നിധി അവിടെ നിന്ന് കൊണ്ടുവന്ന് അവന്റെ കടം മുഴുവൻ തീർക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് തന്നെ അവൻ വലിയ പണക്കാരനായി മാറി. ആ സമയത്ത് ഇവൻ ആദ്യം പൈസ കൊടുത്ത സുഹൃത്തിന് ഇവൻ എവിടെ നിന്നാണ് ഇങ്ങനെ പൈസ കിട്ടുന്നത് എന്ന് വല്ലാത്ത സംശയം തോന്നുന്നു. അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കൊട്ടാരത്തിന്റെ രഹസ്യമറിയാൻ ആ സുഹൃത്തും കൊട്ടാരത്തിലേക്ക് പോകുന്നു. അത് മനസ്സിലാക്കിയ നമ്മുടെ നായകനും കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് സുഹൃത്ത് കാണെ തന്നെ ഒരു ടിഫിൻ ബോക്സും എടുത്ത് അവിടെയുള്ള ഒരു കിണറിലേക്ക് കയറും കെട്ടി പിടിച്ചിറങ്ങുന്നു. ഇതെല്ലാം ആ സുഹൃത്ത് മറിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് നമ്മുടെ നായകൻ കിണറ്റിൽ നിന്നും കയറി വന്നപ്പോൾ അവന്റെ കയ്യിൽ ടിഫിൻ ബോക്സ് ഇല്ല, പകരം സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. സോ ആ കിണറിനകത്താണ് രഹസ്യമെന്ന് മനസ്സിലാക്കിയ സുഹൃത്ത് നായകൻ അവിടെ നിന്ന് പോയതും വേഗം തന്നെ ആ കിണറ്റിലേക്ക് ഇറങ്ങി. നോക്കിയപ്പോഴോ നമ്മുടെ നായകൻ കൊണ്ടുപോയ ആ ടിഫിൻ ബോക്സ് അവിടെ തുറക്കാതെ വെച്ചിരിക്കുകയാണ്. അതിനകത്ത് എന്താണെന്ന് അറിയാൻ സുഹൃത്ത് അത് തുറന്നു നോക്കി. മാവ് കുഴച്ചുണ്ടാക്കിയ ഒരു മനുഷ്യരൂപം അതായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അവൻ സംശയത്തോടെ അത് എടുത്തു നോക്കി. അടുത്ത സെക്കൻഡിൽ തന്നെ എന്തോ ഒരു വിചിത്ര ജീവി വന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഇതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായകൻ കൊണ്ടുവച്ച ആ ഫുഡില്ലേ, അത് ആ വിചിത്ര ജീവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നിന്നും ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. പക്ഷേ അത് കൃത്യമായ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. പക്ഷേ അത് അറിയാത്ത നമ്മുടെ സുഹൃത്ത് ആ ജീവിയുടെ പിടിയിലാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു.